ഇന്ത്യയിലെ മാധ്യമങ്ങൾ, വിശിഷ്യ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ ഒരു വലിയ ബോംബ് ഇപ്പം പൊട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു നനഞ്ഞ പടക്കത്തിൻ്റെ ചീറ്റൽ ശബ്ദം പോലും അത് കേൾപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇന്ത്യൻ മാധ്യമങ്ങൾ, കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ഒക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് മറ്റൊന്നുമല്ല, അമേരിക്കയിൽ നിന്ന് ചോർന്നു വന്ന എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള വാർത്തകളാണ്. ആ എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആരോ എപ്സ്റ്റീന് അയച്ച ഒരു ഇമെയിലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇസ്രയേൽ സന്ദർശന വേളയിൽ ആ ഇസ്രയേൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നൃത്തം വയ്ക്കുകയും പാട്ടുപാടുകയും ചെയ്തു എന്നാണ് ആ ഇമെയിലിനകത്ത് പറയുന്നത്. അത് മാത്രമല്ല, അങ്ങനെ മോദി ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വേണ്ടിയാണെന്ന് കൂടി ആ മെയിലിൽ പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഈ അമേരിക്ക ഇത്തരത്തിൽ മോദിയെ കൊണ്ട് അമേരിക്ക അഥവാ ട്രംപ് ഇങ്ങനെയൊരു കാര്യം ചെയ്യിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കും, അത് വലിയ വിവാദമാകും, മോദിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കും എന്ന് ഭയന്നിട്ടാണത്രേ ഇന്ത്യ അമേരിക്കയുമായിട്ട് വ്യാപാര കരാറിൽ ഒപ്പിട്ടത്, അല്ലെങ്കിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് എന്നും ഒരു വിഭാഗം മാധ്യമങ്ങൾ ആശ്വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ അങ്ങോട്ട് പോയി ട്രംപിൻ്റെ കാല് പിടിച്ച് ഒപ്പുവയ്പ്പിച്ചതല്ല ഈ വ്യാപാര കരാർ എന്നുള്ളതാണ്. ട്രംപാണ് ഇങ്ങോട്ട് വിളിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുകയും ചെയ്തത് എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എപ്സ്റ്റീൻ ഫയൽസിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ, കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒക്കെ ആ പ്രതീക്ഷ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അതിനും ഒരു കാരണമുണ്ട്. അവർ വലിയ രീതിയിൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന വടി ഉപയോഗിച്ച് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അടിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ അമ്പേ പാളിപ്പോയി എന്ന് പറയാം. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ഇന്ത്യ ഇസ്രയേൽ സാംസ്കാരിക ചടങ്ങിൽ പങ്കെടുക്കവെയാണ് മോദി നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തത് എന്ന് എപ്സ്റ്റീന് വന്ന ഇമെയിലിൽ പറയുന്നു അത്രേ. ഇത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി, ട്രംപിന് വേണ്ടി മോദി ചെയ്തതാണെന്നും ആ ഇമെയിലിൽ പരാമർശമുണ്ട്. എന്തായാലും നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെക്കാൾ ഊഷ്മളവും കരുത്തുറ്റതുമാണ് അമേരിക്ക ഇസ്രയേൽ ബന്ധം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ കരുവാക്കി ഇസ്രയേലിനോട് എന്തെങ്കിലും ആവശ്യപ്പെടേണ്ടതുണ്ടോ? ഇസ്രയേലിനോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടതുണ്ടോ? ഇന്ത്യയേക്കാൾ കൂടുതൽ ഇസ്രയേലിനോട് അടുപ്പമുള്ള ട്രംപ് വ്യക്തിപരമായിട്ട് ഇസ്രയേലുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ്. അങ്ങനെയുള്ള ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ വിഷയത്തിൽ ഇടനിലക്കാരനായിട്ട് ഉപയോഗിക്കണോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. അങ്ങനെ ഇന്ത്യ ഇടനില നിന്ന് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഉണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിന് ഉത്തരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ട്രംപുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ട്രംപ് ഇസ്രയേൽ ബന്ധമെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ത് ചിന്തിക്കുന്നുവോ അത് ട്രംപ് ചെയ്തു കൊടുത്തിരിക്കും. ട്രംപ് എന്ത് മനസ്സിൽ കാണുന്നുവോ അത് ഇസ്രയേൽ അനുസരിക്കും. അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് നമ്മൾ ഇറാൻ്റെയൊക്കെ കാര്യത്തിൽ കണ്ടതാണ്. പാലസ്തീൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, അവിടെ ഇസ്രയേലിന് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് അമേരിക്കയാണ്, ട്രംപാണ്. അപ്പോഴാണ് ട്രംപ് മോദിയെ ഇടനിലക്കാരനാക്കി എന്ന ഈ വാദം എപ്സ്റ്റീൻ്റെ ഫയൽ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഉയർത്തിയത്. ഇനി
എന്തുകൊണ്ട് ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ മാധ്യമങ്ങൾ പെട്ടെന്ന് നിർത്തിവെച്ചു? അതിന് തക്കതായൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ആ ഫയൽസിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധിയെക്കുറിച്ചും വളരെ വിശദമായ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ രാഹുലിനെ കുറിച്ചുള്ള പരാമർശം ഞാൻ ആദ്യം വായിക്കാം. അതായത്, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, യാതൊരു നൈപുണ്യവുമില്ലാത്ത, ആലോചിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത, മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനോ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ കഴിവില്ലാത്ത ഒരാളാണെന്ന് തെളിയിച്ചു. ഇത് എപ്സ്റ്റീൻ ഫയൽസിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം ഉയരുന്നുണ്ട്, ഇങ്ങനെ ഒരു പരാമർശം വരാനുള്ള കാരണം എന്താണ്? ആ കാരണത്തെക്കുറിച്ച് പുറത്ത് അധികം വിവരങ്ങൾ വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. ഇതാണ്, അതായത് രാഹുലിനെ കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം എപ്സ്റ്റീൻ ഫയൽസിൽ വരണമെങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ട്. ആ കാരണം ഒരു പക്ഷേ പുറത്തു വന്നാൽ അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ, ഇന്ത്യ മുന്നണിയെ, കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിയെ, സോണിയ കുടുംബത്തെ ഒക്കെ അത് മുച്ചൂടും, തകർക്കും എന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള ചർച്ച വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. എന്നിട്ട് ആ അധ്യായം തന്നെ അവർ അടച്ചുവെച്ചു. ഇനി ആ വിഷയം ആരും ചർച്ച ചെയ്യരുത് എന്ന മട്ടിൽ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നില്ല. അത് നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളാകട്ടെ, കേരളത്തിലെ, വിശിഷ്യ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്നുപോലും ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. മോദിയുടെ കോട്ടിനെ കുറിച്ചും മോദി കഴിച്ച കൂണിനെ കുറിച്ചും വരെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത, ആഴ്ചകളോളം ചർച്ച ചെയ്ത, മോദി പണ്ട് പ്രസംഗത്തിൽ പറഞ്ഞ 15 ലക്ഷം രൂപയുടെ കഥ എത്രയോ വർഷങ്ങൾ ഇങ്ങനെ ചർവിത ചർവണം പോലെ ആവർത്തിച്ച മാധ്യമങ്ങളാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള ചർച്ച ആരംഭദശയിൽ തന്നെ അത് പിറന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവസാനിപ്പിച്ചു. ഇനി സോണിയെക്കുറിച്ചുള്ള പരാമർശം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. വേർ ദ ഹൗ ടു അക്കാഡമി എന്നൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം സോണിയാഗാന്ധിയെ സന്ദർശിച്ചൊരു ചർച്ച നടത്തി. ആ ചർച്ച എന്തായിരുന്നു എന്നറിയണ്ടേ? തിരഞ്ഞെടുപ്പ് എങ്ങനെ വിജയിക്കാം, ഇതായിരുന്നു ചർച്ച. അങ്ങനെ ആ ചർച്ചയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച, ഇങ്ങനെ ഒരു സ്ഥാപനം സോണിയാഗാന്ധിയെ സന്ദർശിച്ച് നടത്തി എന്നുള്ള വിഷയം എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് വെളിപ്പെട്ട് ചോർന്ന് പുറത്ത് വരുമ്പോൾ അത് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമ സിൻഡിക്കേറ്റ്, നമ്മുടെ മാർക്സിസ്റ്റുകാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ മാധ്യമ സിൻഡിക്കേറ്റ്, അവർ ഭയക്കുന്നു. അവർ ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ്, അതായത് മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴിയിൽ ഭയന്നേ മതിയാകുള്ളൂ. അതാണ് അവർ ഭയപ്പെട്ട് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന ആ വാക്കുപോലും ഇപ്പോൾ ഉച്ചരിക്കാതെ മടക്കി വച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എപ്സ്റ്റീൻ ഫയൽസ് ചോർന്നു, അതിൽ നരേന്ദ്രമോദി ഇന്ത്യ ഇസ്രയേൽ സാംസ്കാരിക പരിപാടിയിൽ നൃത്തം ചെയ്തു, പാട്ടുപാടി എന്നൊക്കെയുള്ളൊരു പരാമർശമുണ്ട് എന്ന വിവരം പുറത്തു വന്ന് ഈ മാധ്യമങ്ങളൊക്കെ തുടക്കത്തിൽ അത് ചർച്ച ചെയ്ത് പിന്നീടത് പൂട്ടിവെച്ചെങ്കിലും അന്ന് തൊട്ടത് ഈ നിമിഷം വരെ, ഇതിപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറിലധികമായി കഴിഞ്ഞു ഈ വാർത്ത പുറത്തു വന്നിട്ട്, ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധിയോ സോണിയയോ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവോ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചോ നരേന്ദ്രമോദി പാട്ടുപാടി നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി ഈ ഇന്ത്യ ഇസ്രയേൽ സാംസ്കാരിക പരിപാടിയിൽ മോദി പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അതെല്ലാവർക്കും നേരിട്ട് കാണാം. കണ്ടു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ മോദി നൃത്തം ചെയ്തോ പാട്ടുപാടിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം,
രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മാധ്യമങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് നിശബ്ദത പാലിച്ചു? രണ്ട്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് വാർ റൂം KC വേണുഗോപാൽ വരെയുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ ഒരാൾ പോലും ഈ വിഷയത്തിൽ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല? നരേന്ദ്രമോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചൊന്നും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. സാധാരണ പ്രിയങ്ക ഗാന്ധിയെങ്കിലും ഇതൊക്കെ ഏറ്റുപിടിക്കുന്നതാണ്. പക്ഷെ പ്രിയങ്കയും മൗനം പാലിക്കുന്നു. കാരണം സോണിയയെക്കുറിച്ചും രാഹുലിനെക്കുറിച്ചും കൃത്യമായ പരാമർശങ്ങൾ ഈ ഫയലിൽ ഉണ്ട്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഈ സോണിയ കുടുംബത്തിന് ഒളിക്കാനുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് മൗനം പാലിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.